അത് തിരിച്ചും പറയുന്ന വ്യഭിചരിച്ച പുരുഷന് വ്യഭിചരിച്ച പെണ്ണിന് രൂപത്തില് പുരുഷന്മാര് വ്യഭിചരിച്ചവരെ കുഫുവെക്കൂ എന്നല്ല. ഔ മുശ്രിക്കുൻ, അല്ലെങ്കിൽ അവൾക്ക് മുശ്രിക്കേ കുഫുവെക്കൂ. റജീന താത്തയുടെ ഭർത്താവ് ഒന്നാം തരം മുശ്രിക്കാണ്, പറയേണ്ടതുമില്ലല്ലോ. യഥാർത്ഥത്തിൽ വ്യഭിചരിച്ച പെണ്ണിനെ അല്ലാതെ കല്യാണം കഴിക്കരുത് എന്നാണ് ഇതിന്റെ അർത്ഥം. പക്ഷേ ഖുർആനിന്റെ ഭാഷ വ്യഭിചരിച്ചവൻ വ്യഭിചാരി പെണ്ണിനെ അല്ലാതെ കല്യാണം കഴിക്കൂലെന്നാണ്. അത് ഒരു വേള നിങ്ങൾ ചോദിക്കണം എന്റെ കൂട്ടുകാർ, അതിന്റെ യഥാർത്ഥ അർത്ഥം കഴിക്കുമെന്നാണെങ്കിലും ഒരു വേള നേരെ തന്നെ അതിന്റെ അർത്ഥം പുറപ്പെട്ടേക്കാം. ഒരു വേള വ്യഭിചരിച്ചവന് എങ്ങനെ വീഴൂ, ആ വലയിൽ തന്നെ ചെന്ന് വീഴൂ, അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. ചിന്തിക്കണം നിങ്ങൾ. അതുകൊണ്ട് ഞാൻ പറയുന്ന സഹോദരിമാരെ, മാനക്കേട് പറയിപ്പിക്കരുത്. ഈ പെണ്ണുങ്ങൾ കോലത്തിൽ രംഗത്തിറങ്ങി വിരസിയിട്ടല്ലേ നമ്മുടെ കേരളം നശിച്ചത്, ദുഷിച്ചത്. നിങ്ങൾക്ക് ഓർമ്മ, അന്ന് പത്രത്തിൽ കണ്ട ഒരു റിപ്പോർട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അന്ന് കണ്ട ഒരു റിപ്പോർട്ട്, ഒരു സ്കൂൾ പ്രതികരണം എഴുതി. പീഡന കേസുകൾ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് സ്കൂൾ സാർ എഴുതിയ പ്രതികരണം ഇപ്പോഴും ഓർക്കുന്ന ഞാൻ. അദ്ദേഹം പറഞ്ഞു, പത്രക്കാര് നീതി പാലിക്കണം, പത്രക്കാർ മാന്യത പുലർത്തണം, പത്രക്കാർ ഇനിയെങ്കിലും ഈ വിഷയം വിടണം, ഇതുവരെ ഇഷ്യൂവാക്കരുത്. ഇഷ്യൂവാക്കുന്നത് നമുക്ക് നഷ്ടമുള്ളൂ. നമ്മുടെ മക്കൾ നശിച്ചിരിക്കുന്നു, നമ്മുടെ മക്കൾ ദുഷിച്ചിരിക്കുന്നു, അവർ ധാർമ്മികമായി പ്രവർത്തിക്കുന്നു എന്നല്ലേ അന്ന് പത്രത്തിൽ വന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. 2ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു സാർ എന്റെ കുട്ടിക്ക് കേട്ടെഴുത്ത് കൊടുത്തതാ. കേട്ടെഴുത്ത് കൊടുത്തപ്പം സാറ് കേട്ടെഴുതാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? ബോർഡ് എന്ന പദം എഴുതാൻ പറഞ്ഞു. നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. അപ്പോ സാറ് പറയാ, എന്നോട് എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി തിരിച്ചു ചോദിച്ചു, സാറേ ഏത് ഡായ എഴുതേണ്ടത്, പീഡനത്തിലെ ഡായാണോ? നോക്കണങ്ങൾ 2ാം ക്ലാസ്സിലെ കുട്ടിയാ ചോദിക്കണത്. ബോർഡ് എന്നതിൽ എഴുതേണ്ടത് പീഡനത്തിലെ ഡായാണോ? ഈ കുട്ടിക്ക് ബോർഡിനേക്കാൾ പരിചയം പീഡനമാണെന്നർത്ഥം. കാലത്തല്ല, 2ാം ക്ലാസ്സിലെ കുട്ടിക്ക് പരിചയം ബോർഡും ബെഞ്ചും ഒക്കെയാണ്. ഇന്നത്തെ കുട്ടിക്ക് പരിചയം നേരെ തിരിച്ചാണ്. ബോർഡിനേക്കാൾ അവൻ പരിചയപ്പെടുന്നത് സുഹൃത്തുക്കളെ പീഡനമാണ്. പഴയ കുട്ടി 10ാം ക്ലാസ് കഴിഞ്ഞിട്ടായിരിക്കും ഈ പദം കേൾക്കുന്നതന്നെ. 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയോട് പീഡനം പറഞ്ഞ കുട്ടി ചോദിച്ചേക്കാം, ഏതിടായാണ്, ബോർഡിലിടായാണോ ഇടയാണോ ഇടേണ്ടത്? കുട്ടി തിരിച്ചു വെക്കും. കാരണം കുട്ടിക്ക് ബോർഡും ആ ബടിയൊക്കെ എന്ന് അറിയുള്ളൂ. ഇന്ന് നേരെ തിരിച്ചു നോക്കൂ നിങ്ങൾ. ഈ രൂപത്തിൽ എത്തിച്ചത് സ്ത്രീകൾ അനാവശ്യമായി രംഗത്തിറങ്ങിയത് കൊണ്ടാണ്. എന്നൊരു പറയുന്നത് അന്യ സ്ത്രീ പുരുഷ ദർശനം കർശനമായ ഭാഷയിൽ ഇസ്ലാം വിലക്കി. അന്യ ദർശനം കർശനമായ ഭാഷയിൽ ഇസ്ലാം എന്തിനു വിലക്കി? അത് വാതിൽ ആടെ കൊട്ടച്ചതാണ്. പീഡനമുണ്ടാകരുതെന്ന് കരുതി, കാണാൻ തന്നെ പാടില്ലെന്ന് വെച്ചു. പീഡനಕ್ಕೆ ഇനി ഇവിടെ എന്ന് കരുതിയിട്ട് ആ കാണാൻ തന്നെ എന്ന നയത്തിലേക്ക് എത്തുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം ഇത്. കാരണം ഒരു ില്ലേ സ്വാഭാവികമായും കണ്ടാൽ അതിനെ തുടർന്ന് ഒന്ന് ചിരിക്കും. ചിരിച്ചാൽ അടുത്ത കാണലിൽ അഭിമാനം, അടുത്ത കാണലെന്ന് കിന്നാരം പറയും, അടുത്ത കാണലിന് ഡേറ്റും സ്ഥലവും പറഞ്ഞിറക്കും. പിന്നീട് അവിടെ സന്ധിക്കുകയായി സന്ധിച്ചതിന്റെ ശേഷം നടക്കേണ്ടതും നടക്കും. കവിയുടെ കവിതയാണിത്. എന്താണ് ആ കവി പറഞ്ഞത്? നവ്റത്തും ആദ്യം ആഴ്ച പുഞ്ചിരിയ പ്രയോഗം നോക്കണം കവിയുടെ. പിന്നെ നാട്യമാണ്, അഭിവാദ്യം സലൂട്ടലാണ് പരിപാടി. നവ്റത്തുൻ ഫബ്തിസാമത്തുൻ സൽമു. ഇത് കഴിഞ്ഞാൽ പിന്നെ കലാമു, ഒന്ന് മധുരമായി സംസാരിക്കല. അത് കഴിഞ്ഞാൽ മൗഇദു, ഡേറ്റും ഒക്കെ പറഞ്ഞുറക്കല. അത് കഴിഞ്ഞാൽ ഫലിഖാഉ, രണ്ടുപേരും സന്ധിക്കല. നോക്കൂ നിങ്ങൾ, എത്ര ശരിയാണ് ഈ പറഞ്ഞത്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ പാടില്ല. വാതിലങ്ങ് കൊട്ടിയടച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരനോട് ഞാൻ പറയട്ടെ, നിർബന്ധമായും പ്രിയപ്പെട്ട സഹോദരിമാർ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു
നിർബന്ധിത സാഹചര്യത്തിൽ പെണ്ണിന് പുറത്തിറങ്ങാം. അല്ലാതെ ഉദാഹരണം ഹോസ്പിറ്റൽ കേസ്, പെണ്ണ് പുറത്തു പോകേണ്ടി വരും. ഹോസ്പിറ്റൽ കേസിന് പെണ്ണ് പുറത്തു പോകരുതെന്ന് പറഞ്ഞാൽ നടക്കില്ല. പെണ്ണിന്റെ പ്രസവ സംബന്ധമായ രോഗം, അതിന് പുരുഷൻ പോയതുകൊണ്ട് നടക്കില്ലല്ലോ. ഇവിടെ ഈ പ്രസവ ഹാളിലെത്തേണ്ടത് പെണ്ണ് തന്നെയാണ്. പുറത്തിറങ്ങരുതെന്ന് ഇസ്ലാം പറയാൻ പാടില്ല. അതുകൊണ്ട് ഈ നിർബന്ധിത സാഹചര്യത്തിൽ പെണ്ണിന് പുറത്തിറങ്ങാം. മറ്റൊരു സാഹചര്യം പറയട്ടെ, ഹജ്ജിന് പോകണമെങ്കിൽ മക്കയിൽ തന്നെ പോകണം. പുറത്തിറങ്ങാൻ പെണ്ണിന് പാടില്ലെന്ന് പറഞ്ഞ് ഹജ്ജിന് പോകാതിരിക്കാൻ പറ്റില്ല. അതേസമയം നിസ്കരിക്കണമെങ്കിൽ നാട്ടിലെ പള്ളിയിൽ തന്നെ പോകണമെന്നില്ല. ശുദ്ധിയുള്ള സ്ഥലത്തൊക്കെ നിസ്കരിക്കാം എന്നല്ല. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും നല്ലത് അവരുടെ വീട്ടിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെങ്കിൽ സഹോദരിമാരെ, നിർബന്ധിത സാഹചര്യത്തിൽ നിങ്ങൾക്ക് പുറത്തു പോകാം. ഒരു ഉദാഹരണവും കൂടെ പറയട്ടെ. ഈ നാട്ടിൽ ഇപ്പോഴും ജോലിക്ക് പോയി ജീവിക്കുന്ന മുസ്ലിം സഹോദരിമാരുണ്ടാകും. നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ പുറത്തിറങ്ങേണ്ടി വരും. എവിടെ? നിങ്ങൾക്ക് അരി കിട്ടണമെങ്കിൽ, തിന്നാനുള്ള ഭക്ഷണം കിട്ടണമെങ്കിൽ ഭർത്താവിന് ആരോഗ്യമില്ല, അല്ലെങ്കിൽ ഭർത്താവിന് കഴിവില്ല, ഭർത്താവിന് ജോലിയില്ല, ആ സമയത്ത് ജോലിയുള്ള ഭാര്യ പുറത്തു പോകേണ്ടി വരും. അല്ല, ഭർത്താവിനെ കൊണ്ട് നോക്കാനാകുമെങ്കിൽ നിങ്ങൾ ജോലിക്ക് പോകാൻ വീട്ടിൽ കൂടുകയാണ് വേണ്ടത്. സഹോദരിമാര് പ്രത്യേകം മനസ്സിലാക്കണം. എന്താ ഞാനിത് പറയാൻ കാരണം? ജോലിയില്ലാത്ത ഒരു പെണ്ണോട് നീ തിന്നാതെ വീട്ടിൽ കൂടണമെന്ന് ഇസ്ലാം കൽപ്പിക്കുകയില്ല. അങ്ങനെ കൽപ്പിക്കുന്നില്ല. നിനക്ക് പുറത്തിറങ്ങാം. നിനക്ക് ആ പുറത്തിറങ്ങുമ്പോൾ തന്നെ നിന്റെ നൗഇയ്യത്ത് മാനിച്ചുകൊണ്ട്, നീ പെണ്ണാണെന്ന ഉളുപ്പ് കാത്തു സൂക്ഷിച്ചുകൊണ്ട്, എല്ലാം മറച്ചുകൊണ്ട് സമ്പൂർണ്ണ മറയോടുകൂടെ നിനക്ക് പുറത്തു പോകാം, ജോലിക്ക് പോകാം, അരി ഒഴിക്കാം. ഇതിന് ഇസ്ലാം എതിരല്ല. എന്റെ സഹോദരിമാര് ചിന്തിക്കും.